ചിന്താവിഷയമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം യഹോവയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ. യഹോവ എന്നുള്ള ഒരു നാമം, അത് ഏക വ്യക്തിക്കുള്ള ഒരു വ്യക്തി നാമമാണ്. അത് മറ്റാർക്കും ആ നാമം ഉപയോഗിക്കാൻ പാടില്ല. യേശുക്രിസ്തുവിന് പോലും ആ നാമം ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ്. എല്ലാവരും ദൈവം എന്നുള്ള ആ സാമാന്യ പദമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ദൈവം എന്നുള്ള ഈ പദം ഒരു സാമാന്യ പദമാണ്. അതിന് വിശേഷ അർത്ഥമില്ല. ദൂതന്മാരെ ദൈവമെന്ന് വിളിക്കും, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവരെ ദൈവമെന്ന് വിളിക്കും, അതുപോലെ ശക്തിമാന്മാരെ ദൈവമെന്ന് വിളിക്കും. അതിനൊക്കെ പല ഉദാഹരണവും വേദപുസ്തകത്തിലുണ്ട്. മോശയെ അഹരോന് ദൈവമാക്കി, ഫറവോന് ദൈവമാക്കി മോശയെ. അപ്പോൾ അങ്ങനെ ആ പദം മോശയ്ക്ക് ഉപയോഗിക്കുമ്പോൾ മോശ ഒരു സർവശക്തനായ ദൈവത്തോട് തുല്യനായി വരുന്നില്ല. അതുകൊണ്ടാണ് അതൊരു സാമാന്യ പദമാണ്, ശക്തിയുള്ള ആർക്കും ഉപയോഗിക്കാം. യേശുവിനെ കുറിച്ചും പറയുമ്പോൾ ദൈവമേ നിൻ്റെ ദൈവം എന്ന് പറയുന്നു. യേശുവിനെ ദൈവമെന്ന് സംബോധന ചെയ്തിട്ട് നിൻ്റെ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെയും യേശുവിനെയും സംബോധന ചെയ്യുന്നത് ദൈവമെന്നുള്ള സാമാന്യ പദം കൊണ്ട്. അപ്പം നമുക്ക് സർവത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന യഹോവയ്ക്ക് മാത്രമായിട്ട് ഒരു പേരുണ്ടോ, ഒരു നാമമുണ്ടോ എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആ പരിശോധനയിൽ സർവശക്തനായ ദൈവത്തിനൊരു പേര് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ആദ്യത്തെ തെളിവ് തന്നെ മോശയെ മിസ്രയീമിലേക്ക് ദൈവം പറഞ്ഞയക്കുന്ന ആ സന്ദർഭത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ഫറവോൻ ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ ഇസ്രായേലും ചോദിക്കും, ദൈവത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ഫറവോനും ഇസ്രായേലിനും ഒക്കെ ദൈവത്തിൻ്റെ പേരിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാകണം. അതിന് യഹോവ തന്നെ പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. പിന്നെ പറയുന്നു, യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരു വിധത്തിൽ എബ്രായരുടെ ദൈവം എന്ന് പറഞ്ഞു. വേറൊരു വിധത്തിൽ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറവിൻ.
അപ്പോൾ ഈ 3-4 വിധങ്ങളിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു ഒറ്റ വ്യക്തിയെ സംബന്ധിച്ചാണ്. അത് സർവത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും ആയിരിക്കുന്ന യഹോവയെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യഹോവയ്ക്ക് മാത്രമായിട്ട് വ്യക്തമായിട്ടൊരു പേരുണ്ടെന്നുള്ള വിവരം ഇസ്രായേല്യരെയും മിസ്രയീമ്യരെയും അറിയിക്കുന്നു. അപ്പം ഈ പേര് തലമുറയായി എൻ്റെ നാമമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. തലമുറകൾ കൈമാറും തോറും ഈ പേര് അതേപടി നിലനിർത്തി പോരണമെന്നാണ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിശേഷതയുള്ള ദൈവം ഏകൻ ആണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ദൈവം ഏകനാണ് എന്നുള്ളത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഉണ്ടോ? ഇസ്രായേലിനോട് മോശ എടുത്തു പറയാണ്, യഹോവ നമ്മുടെ ദൈവമാകുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പേര് അവിടെ മോശ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, യഹോവ എന്ന്. യഹോവ ഏകൻ തന്നെ എന്നുള്ള കാര്യം. യഹോവ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ്. അപ്പം ഈ വിധത്തിലുള്ള അറിവും വിശ്വാസവും യഹോവയെക്കുറിച്ച് ഇസ്രായേലിന് ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ലോകജാതികളിൽ വെച്ച് ഇസ്രായേലിന് മാത്രമാണ് യഹോവയുടെ പേര് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ നമ്മൾ യഹോവ എന്ന് വായിക്കുന്നു. എബ്രായ ഭാഷയിൽ ഈ യഹോവ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ നാമം എബ്രായ ഭാഷയിൽ അതിൻ്റെ ശരിയായ ഉച്ചാരണം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. യാഹ് എന്നൊക്കെ പറയുന്നുണ്ട്. യാഹ്, അത് ഗ്രീക്കിൽ അത് എഴുതിയിരിക്കുന്നതും ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നിരിക്കുന്നതും 4 അക്ഷരങ്ങളുടെ ഒരു വെളിപ്പെടുത്തലാണ്. JHVH. അത് എങ്ങനെ ഉച്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ശബ്ദമാണ് യഹോവയെ സൂചിപ്പിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ യഹോവയെന്ന് പറയും. അപ്പം യഹോവയ്ക്ക് ദൈവത്തിനൊരു പ്രത്യേകവും വിശേഷമായൊരു പേരുണ്ട് എന്നുള്ളതാണ്. ഈ പേരിൻ്റെ ശബ്ദമല്ല അതിൻ്റെ മഹത്വം, അതിൻ്റെ അർത്ഥമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയണമെങ്കിൽ എക്കാലവും ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാനാകുന്നവൻ ഞാനാകുന്നു. മനുഷ്യർക്ക് പറയാൻ പറ്റില്ല. മനുഷ്യൻ ജനിക്കുന്നു, കുറേ കാലം കഴിയുമ്പോൾ മരിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് എന്താ കാര്യം? അപ്പോൾ യഹോവയ്ക്ക് പറയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നീ ഇസ്രായേലിന്റെ രാജാവാണോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു എന്ന് പറഞ്ഞു. ആ കാര്യം യഹോവ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഞാനാകുന്നു എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. അതാണ് യഹോവ. അതാണ് യഹോവയുടെ മഹത്വം. പ്രപഞ്ചത്തിലൊരു ശക്തി എന്ന് ഞാൻ പറയുന്നപ്പോൾ ശക്തിയാണോ ദൈവം എന്നൊരു ചിന്ത ഉണ്ടാകും. ശക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്. ഒരു വ്യക്തിയിലാണ് ശക്തിക്ക് വസിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ശക്തിക്ക് മാത്രമായിട്ട് യാതൊരു ശക്തിയില്ല. യഹോവ മഹാശക്തിമാനാണ്. യഹോവ സർവജ്ഞാനിയാണ്. യഹോവ സ്നേഹസ്വരൂപനാണ്. യഹോവ കാല അതീതനാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ യഹോവയ്ക്കുണ്ട്. ഈ വിശേഷണങ്ങളെല്ലാം യഹോവയെ ഏക വ്യക്തിയായിട്ട് നിലനിർത്തിയ. നമ്മൾ പുതിയ നിയമത്തില് തിമോഥെയോസിന്റെ ലേഖനത്തില് വായിക്കുമ്പോൾ അവിടെ 6 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് യഹോവ. 1 തിമോഥെയോസ് 6:16 വാക്യത്തിൽ ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും എന്നുള്ള ആ വിശേഷണങ്ങളൊക്കെ യഹോവയ്ക്ക് മാത്രമുള്ളതാണ്. പഴയ നിയമത്തിലാണ് നമുക്ക് യഹോവയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നത് കർത്താവിനെ കുറിച്ചാണ്. പഴയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് വരുന്നില്ല. പുതിയ നിയമത്തിൽ ആ വ്യക്തത വരുന്നു. പിതാവായ ദൈവത്തെക്കുറിച്ച് ആ വ്യക്തത പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തിലായാലും യഹോവ എന്നേക്കും എന്നും അദൃശ്യനായിരിക്കും എന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് നോക്കാം. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. കണ്ടോ, എത്ര വ്യക്തമായിട്ടാണ് യഹോവയെക്കുറിച്ച് നമുക്ക് പ്രവാചകൻ വഴി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പൊ യഹോവയാണ് എന്നും നിലനിൽക്കുന്നത്. ആദിയും അന്തവും ഇല്ലാതെ എന്നും നിലനിൽക്കുന്നത് യഹോവയാണ്. എനിക്ക് ശേഷവും ഒരു ദൈവം ഉണ്ടാകില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കില്ല. അപ്പോൾ യഹോവയ്ക്ക് സമനായി മറ്റൊരു ദൈവം
ഇല്ല എന്ന്. നാൽപ്പത്തിനാലാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം യഹോവയെക്കുറിച്ച്. 44-ന്റെ 6-ാം വാക്യം. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താ? യഹോവയ്ക്ക് തുല്യനായിട്ടും യഹോവയ്ക്ക് സമനായിട്ടും ഈ പ്രപഞ്ചത്തിൽ മറ്റാരും ഇല്ല എന്നുള്ള സത്യമാണ് യഹോവ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. യെശയ്യാപ്രവചനം 46-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? ഉണ്ടോ? യഹോവ തന്നെ ചോദിക്കുക, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? എനിക്ക് തുല്യനായവൻ ആരെങ്കിലും ഉണ്ടോ? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? യഹോവ കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിന്റെ അടുത്ത അധികാരി യേശുക്രിസ്തുവാ, ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പുത്രനെ ഏതായാലും പിതാവിനോട് തുല്യമാക്കാൻ ഏതായാലും സാധ്യമല്ല. അപ്പൊ പിന്നെ പ്രപഞ്ചത്തിൽ ആരും യഹോവയ്ക്ക് തുല്യനായിട്ട് ഇല്ല എന്നുള്ളതാണ്. നാൽപ്പത്തിയേഴാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ഞാൻ മാത്രം, എനിക്ക് തുല്യനായി മറ്റൊരുത്തനുമില്ല. എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് പോലെ. ഇപ്പം യേശുക്രിസ്തുവിനെ യഹോവയോട് തുല്യമാക്കാനും പറ്റില്ല. പക്ഷെ ഇന്ന് വിവിധ മത സംഘടനകളൊക്കെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു പിതാവിനോട് സമതുല്യനാണെന്നാണ്. നമ്മളിവിടെ ചിന്തിച്ച ഇത്രയും വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു പിതാവിനോട് സമതുല്യനാണെന്ന് സ്ഥാപിക്കാൻ ഒരു ന്യായവുമില്ല. പുതിയ നിയമകാലത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന്. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുകയത്രേ ചെയ്യുന്നത്. അപ്പൊ പിതാവിനോട് സമനാകാതെ പിതാവിനെ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു പുത്രനെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ പോലും പിതാവിനോട് സമനാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ സമനാണെന്ന് സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ മനസ്സിലിരിക്കുന്നത് അത് വെറും അന്ധഭക്തിയാണ്. അന്ധഭക്തി കൊണ്ട് യാതൊരു പ്രയോജനവും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതല്ല. യെശയ്യാ 48-ാം അധ്യായം
11 വാക്യം കൂടി നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. യഹോവ പറയാണ്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. അങ്ങനെ മറ്റൊരുത്തനും മഹത്വം കൊടുക്കാത്തക്ക വിധത്തിൽ യോഗ്യതയുള്ളവനായിട്ട് പ്രപഞ്ചത്തിൽ ആരുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ കൊടുക്കണേ? ഇപ്പോ ഇസ്രായേല് പിൽക്കാലത്ത് യഹോവയുടെയും മഹത്വമൊക്കെ വിഗ്രഹങ്ങൾക്ക് കൊടുത്ത ഒരു സ്വഭാവമുണ്ട്. വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നു, വിഗ്രഹങ്ങളോട് അപേക്ഷിക്കുന്നു, വിഗ്രഹങ്ങൾക്ക് നേർച്ച കഴിക്കുന്നു. ഇസ്രായേൽ ചെയ്ത കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവര് യഹോവയെ തിരിച്ചറിഞ്ഞില്ല എന്നാണ്. യഹോവയെ അവര് മാനിച്ചില്ല. ആ പേരിന്റെ മഹത്വം അവർ കൂട്ടാക്കിയില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിക്കുക വഴി യഹോവയുടെ മഹത്വം മനസ്സിലാക്കി ആരാധനയും സ്തുതിയും യഹോവയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. സർവത്തിൻ്റെയും മീതെ ഉന്നതനായിരിക്കുന്നു യഹോവ എന്നുള്ളതാണ്. ബാക്കിയുള്ള സർവ സൃഷ്ടിജാലങ്ങളും എല്ലാം യഹോവയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സകലവും കീഴ്പ്പെട്ടിരുന്നുകൊണ്ട് യഹോവയെ പാടി സ്തുതിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാ സൃഷ്ടികൾക്കും, ദൂതന്മാർക്കും മനുഷ്യർക്കും വേണ്ടത്. ഒരു വാക്കോട് നോക്കി നമുക്ക് ഈ വിഷയം നടത്താം തൽക്കാലം. യെശയ്യാവ് 57:15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. അപ്പൊ ഇത്രയും ഔന്നത്യമുള്ള യഹോവ താഴ്മയും വിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? യഹോവയുടെ സ്നേഹം, യഹോവയുടെ കരുണ, യഹോവയുടെ ദയ, ഇതെല്ലാം താഴ്മയുള്ളവരോടുകൂടെ വസിക്കുന്നു എന്ന്. താഴ്മയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. സൗമ്യത എന്ന അതിൻ്റെ മറ്റൊരു പദം. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ യഹോവയെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് പ്രാർത്ഥനയിൽ കൂടി യഹോവയെങ്കിൽ നിന്നും ഈ അറിവുകൾ ലഭിക്കാൻ ഇടയാകും. കാരണം യഹോവ താഴ്മയും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വിധത്തിൽ ഔന്നത്യമുള്ള യഹോവ ഏകനാണ്. യേശുക്രിസ്തു ആ യഹോവയുടെ പുത്രനാണ്. ഈ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വിഷയം അവസാനിപ്പിക്കാം.